എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പലരും ഇതുപോലുള്ള ബോട്ടിൽ ആർട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കും ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുന്നു. എന്നിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പഴയ തുണി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് നമുക്കിതിൽ പടം വരയ്ക്കാനുള്ള കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അധികം സാധനങ്ങളൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ടതുമില്ല. അപ്പോൾ തന്നെ ഇത് നല്ല എളുപ്പമാണ്. ഇത് എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള കുപ്പിയാണ്. നല്ലൊരു കുപ്പി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. ഇതിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല സ്മൂത്തായിട്ടുള്ള സർഫസുള്ള ബോട്ടിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കൂടുതൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവണമെങ്കിൽ അതെപ്പോഴും കുപ്പി തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിതിലൊരു സിൽവർ കളർ പെയിൻറ്റ് ആദ്യം കൊടുത്തിട്ട് വേറൊരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിലാദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു കളറ് നമുക്ക് ഇതിനത്ര സ്യൂട്ടാവില്ല. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാനൊരു ക്രീം കളർ അക്രിലിക് പെയിൻറ്റ് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ്. നമുക്ക് ബ്രഷ് പോലെയല്ല വേഗം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സ്പോഞ്ച് വെച്ചിട്ട് ഒരു 2 തവണ ചെയ്തെടുക്കാം. ആദ്യം ഒരു തവണ ചെയ്യുക, പിന്നെ ഒന്ന് ഉണക്കിയിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ നല്ല കറക്റ്റായിട്ടൊരു ഫിനിഷിങ് വരുള്ളൂ. സ്പോഞ്ച് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ക്രബ്ബറില്ലേ സ്പോഞ്ചിൻ്റെ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചെയ്താൽ മതി. അത് പുതിയതായിരിക്കണം മാത്രം, എന്നാലല്ലേ കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പെയിൻറ്റിന് 25 രൂപയാണ് കേട്ടോ. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് മുക്കി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എല്ലാ സൈഡിലും പതുക്കെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഒരെണ്ണത്തിൻ്റെ മുകളിലൂടെ തന്നെ വീണ്ടും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയിട്ട് നല്ല കറക്റ്റായിട്ട് വരും. ഒരു തവണ ഉണങ്ങിയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പഴയൊരു തുണിയുടെ പീസാണ്. ഞാനിപ്പോൾ ഒരു പഴയ പോളിസ്റ്ററിൻ്റെ പോലത്തെ ഒരു ഷാളിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നൈസായിട്ടുള്ള തുണിയാണ് കൂടുതൽ നല്ലത്. ഇതിൽ നിന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ഡിസൈനോ ഫ്ലവറോ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുക. നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല മൂർച്ചയുള്ളൊരു സിസർ എടുക്കുകയാണ് നല്ലത്. എന്നാലല്ലേ നമുക്ക് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പഴയ ബെഡ്ഷീറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ചുരിദാറിലൊക്കെ ഉണ്ടാവുന്ന നൈസായിട്ടുള്ള ചുരിദാർ വേണം. നല്ല ഫ്ലവേഴ്സോ എന്തായാലും നമുക്ക് എടുക്കാം. കട്ടി കുറഞ്ഞതാകുമ്പോൾ നന്നായിട്ട് അതിൽ ഒട്ടി ഇരിക്കാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെച്ച് നോക്കുക എങ്ങനെയാണ് ഭംഗി, ഏതാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ കറക്റ്റ് ഒരു തീരുമാനം ആദ്യം എടുക്കണം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളതൊക്കെ. എന്നിട്ട് അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ പിന്നീട് അത് ഒട്ടിക്കേണ്ടത്. അതിനെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു 2 ടീസ്പൂൺ ഫെവിക്കോളിന് 1 ടീസ്പൂൺ വെള്ളം എന്നുള്ളൊരു കണക്കിന്. ഇപ്പോൾ അത്രയും അളവിലൊന്നും വേണ്ട, കുറച്ചല്ലേ വേണ്ടൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം കൂടെ മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആ ഒരു ഫെവിക്കോളും വെള്ളവും കൂടിയിട്ടുള്ള മിക്സ് പതുക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ അത് തുണിയല്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ പശ അടിയിലേക്ക് ഇറങ്ങിക്കോളും. എന്നിട്ട് കറക്റ്റായിട്ട് ഒട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഈ ഡിസൈനുകൾ നമുക്ക് ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഉണങ്ങുമ്പോൾ അറിയേയില്ല നമ്മളിത് ഒട്ടിച്ചതാണെന്ന്. പെയിൻറ്റ് ചെയ്ത പോലെയാണ് തോന്നുള്ളൂ. നല്ല ഭംഗിയായിരിക്കും കാണുമ്പോൾ ആ ബോട്ടിൽ ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്കെല്ലാം ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നല്ല പ്രോപ്പറായിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കുക. നമ്മൾ ബോട്ടിലൊക്കെ ഡെക്കോറേഷനൊക്കെ ചെയ്യില്ലേ, ആ ഒരു മോഡലാണ് ഈ ഒരു ബോട്ടിലിരിക്കുക. ഏത് ഡിസൈൻ വേണമെങ്കിലും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാം. അതിന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങൊന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും തുണിയിൽ നിന്നൊരു നല്ല ഡിസൈൻ തിരഞ്ഞെടുത്താൽ മതി. പിന്നെ കുറച്ച് നൈസായിട്ടുള്ള തുണിയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടാവും.
നമ്മുടെ ബോട്ടിലൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആരും പറയില്ല ഇത് തുണി വെച്ചിട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കൂടുതൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഒട്ടും പൊടിയൊന്നും പിടിക്കില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.